അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനങ്ങളും നിറഞ്ഞ ജീവിതമാക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിക്കാൻ അല്ലാഹു തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വരുന്നത്, നാട്ടിലൊക്കെ ഇപ്പോൾ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ആളുകൾ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് അനുഭവപ്പെടുന്നത്. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തായ മഴ നമ്മളിൽ എത്തിച്ചേരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൊതുവേ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് ഒരുപാട് ദുരന്തങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു സാഹചര്യമാണ്. വാൾപ്പാറ ദുരന്തം, അതുപോലെ തന്നെ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് പാമ്പുകളൊക്കെ മാളത്തിൽ നിന്ന് പുറത്തു ചാടി വീടുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഇങ്ങനെ പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ അപകടം, അങ്ങനെ വളരെ പ്രയാസം നിറഞ്ഞ അപകടഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ നാടും നമ്മളൊക്കെ സഞ്ചരിക്കുന്നത്. അല്ലാഹു തആല ഇത്തരം അപകടങ്ങളെ തൊട്ട് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പറഞ്ഞു വരുന്നത്, ഇതൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടും പഠിച്ചിട്ടും ഇതൊന്നും ഞങ്ങളെ ബാധിക്കൂല എന്ന് മനസ്സിലാക്കി നടക്കുന്ന ചില ടീമുകളുണ്ട്. അതാണ് യൂട്യൂബർമാർ. എല്ലാവരും ഇല്ല കേട്ടോ. യൂട്യൂബിലെ വരുമാനം കൊണ്ട് കോമാളികളാകേണ്ടി വരുന്ന ചില മനുഷ്യർ. ആദ്യകാലത്തൊക്കെ നല്ല രീതിയിൽ പണിയെടുത്ത് അധ്വാനിച്ച് കുടുംബം പോറ്റിയ ചെറുപ്പക്കാർ വിവാഹത്തിന് ശേഷം ഭാര്യയുടെ താല്പര്യപ്രകാരം അതൊക്കെ ഒഴിവാക്കിയിട്ട് യൂട്യൂബിൻ്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് കോമാളികളാവുകയാണ്. ഇപ്പോൾ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ, നല്ലൊരു ചെറുപ്പക്കാരൻ, യൂട്യൂബിൽ വരുമാനം കിട്ടി അവസാനം ഹിജടയുടെ വേഷം ധരിഞ്ഞ് ട്രെയിനുകളിൽ ആളുകളുടെ മുമ്പിൽ കൈനീട്ടി അഭിനയിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പോയില്ല ഹയാ. അതുപോലെ തന്നെ മുസ്ലിമത്തായ പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണ്, ഭർത്താക്കന്മാർക്ക് രംഗത്ത് വന്നിട്ട് ഓരെ കൊണ്ടൊന്നും കഴിയണില്ല. എന്താപ്പം ചെയ്യുക? അപ്പോൾ അവരുടെ കണ്ടുപിടുത്തമാണ് എന്ത്? ഭാര്യയെ രംഗത്തിറക്കുക. പബ്ലിക്കിൻ്റെ മുന്നിൽ, അന്യ പുരുഷന്മാരുടെ മുന്നിൽ തല ഔറത്ത് വെളിവാക്കി കൊണ്ട് വരാൻ മടിക്കുന്ന പെണ്ണുങ്ങൾ വരെ ഔറത്തൊക്കെ വെളിവാക്കിയിട്ട് അങ്ങോട്ട് തുള്ളിച്ചാടുക. എന്താ കാലം പോയ പോക്കില്ലേ? അതുമാത്രമാണോ? അതിൻ്റെ അപ്പുറത്ത് ഭാര്യ ഭർത്താക്കന്മാർ, അത് പോരാത്തതിന് ഭർത്താവിന് കൂട്ട് ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ ഉപ്പ, അമ്മായിയമ്മ, അമ്മായിയപ്പൻ, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ വാപ്പ. അങ്ങനെ പരസ്പരം ഭാര്യമാരും ഭർത്താക്കന്മാരും ഇവരുടെ അമ്മായിയമ്മമാരും അമ്മായിയപ്പന്മാരും കുടുംബക്കാരും ഒക്കെ രംഗത്തിറങ്ങിക്കാണ് ഇപ്പോൾ. ഒക്കെ കോമാളിത്തരങ്ങളുമായിട്ട് രംഗത്തിറങ്ങിക്കാണ്. കാരണം അത്രത്തോളം അക്കൗണ്ടിൽ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലയും വിലയും അഭിമാനവും അന്തസ്സും ഒക്കെ എന്താവും? പണത്തിൻ്റെ മുന്നിൽ മറന്നു പോകും. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഈ പറയുന്ന ആപത്തുകളൊന്നും ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമാവൂല എന്നും കരുതിയിട്ട് യൂട്യൂബ് വരുമാനത്തിൻ്റെ മുന്നിൽ അന്തസ്സും അഭിമാനങ്ങളൊക്കെ പണയം വെച്ച് വീണ്ടും കോമാളിത്തരത്തിൽ നിന്ന് കോമാളിത്തരത്തിൻ്റെ പടുകുഴിയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക. ജനസമൂഹം നിങ്ങളെ മനസ്സിലാക്കുന്നത് ലോകം കണ്ട ഏറ്റവും പരമവിഡ്ഢികളാണെന്ന് മാത്രമല്ല, പടച്ച റബ്ബിനോട്, ദൈവം തമ്പുരാനോട് ഗതികെട്ട ഒരു ജീവിതം എരന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഒരു വീഴ്ച വീണാൽ ചിലപ്പോൾ എന്താവൂല, എഴുന്നേൽക്കാൻ പ്രയാസമാവും. ചില വീഡിയോസൊക്കെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ കോമാളികൾ എന്താണ് ഉപയോഗിക്കാൻ. സക്കാത്ത് യൂട്യൂബിലൂടെ തിരഞ്ഞെടുക്കുക. പെരുന്നാൾ പൈസ യൂട്യൂബിലൂടെ തിരഞ്ഞെടുക്കുകയാണ്. എന്താണ് ദീനും ദുനിയാവും അറിയാത്ത
ഇമാതിരിപ്പെട്ട ആരോട് പറയാനുള്ളതേ, ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക, നന്നാവാൻ നോക്കുക. അല്ലാഹു തആല ജീവിതത്തിൽ ഹൈറുണ്ടെങ്കിൽ നന്നാക്കാൻ ഭാഗ്യം ചെയ്യുമാറാവട്ടെ.